നമസ്കാരം. ഭരണാധികാരികൾ മാറുമ്പോൾ അതിനനുസരിച്ച് മറുകണ്ഠം ചാടി പുതിയ ഭരണപക്ഷത്തിന്റെ കാലും പിടിച്ച് എക്കാലത്തും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാമെന്ന് ചില ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി എന്ന് ബോധ്യപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാട്ടിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിനെതിരെ കർശനമായ നടപടിക്കൊരുങ്ങുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ നടപടിയുടെ ഭാഗമായി ആഭ്യന്തരമന്ത്രി പോലീസ് ഉപദേഷ്ടാവുമായി നിർണായക ചർച്ചകൾ നടത്തി കഴിഞ്ഞു. DGPയുടെ ഔദ്യോഗിക റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള അന്തിമ തീരുമാനം. ഇതിനാവശ്യമായ നിയമോപദേശം ലഭിച്ചാൽ തൊട്ടു പിന്നാലെ ഒരാഴ്ചയ്ക്കകം തന്നെ ഈ റിപ്പോർട്ട് DGP മന്ത്രിക്ക് കൈമാറും. മുൻ സർക്കാരിന്റെ ഗുണ്ടാ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും രക്ഷിക്കാൻ വേണ്ടി കേസ് വൻ രീതിയിൽ അട്ടിമറിക്കാൻ MR അജിത് കുമാർ നേരിട്ട് ഇടപെട്ടതായി പ്രത്യേക അന്വേഷണ സംഘമായ SIT തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഈ വലിയ അട്ടിമറിയിൽ ADGPയുടെ ഓഫീസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും കൃത്യമായ പങ്കുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല നടപടികൾക്ക് DGP ശുപാർശ ചെയ്യും. ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറാക്കിയ യഥാർത്ഥ അന്വേഷണ റിപ്പോർട്ട് ADGP MR അജിത് കുമാറിന്റെ കടുത്ത സമ്മർദ്ദത്താൽ തിരുത്തിയെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അജിത് കുമാർ തങ്ങളെ ADGPയുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ രഹസ്യമായി മൊഴി നൽകിയിരിക്കുന്നത്. കേസ് അട്ടിമറിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് തിരുത്താൻ അജിത് കുമാർ തങ്ങളോട് നേരിട്ട് നിർദ്ദേശിച്ചെന്നും മൊഴിയുണ്ട്. ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് കേരളം മുഴുവൻ നടുങ്ങി നിൽക്കുന്ന ആ സമയത്താണ് അജിത് കുമാർ ഈ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചത്. ഓഗസ്റ്റ് 12, 13, 14, 15 തീയതികളിലായി തിരുവനന്തപുരത്തെ പോലീസ് ക്ലബ്ബിൽ ഇവരെ താമസിപ്പിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മർദ്ദിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് തിരുത്താനായി ആവശ്യപ്പെട്ടത്. ചൂരൽമല ദുരന്തം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ഒട്ടും ലഭിക്കില്ലെന്നും പുറത്താരും ഇതൊന്നും അറിയാൻ പോകുന്നില്ലെന്നുമാണ് അജിത് കുമാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതെന്നും മൊഴികളിൽ വ്യക്തമാക്കുന്നുണ്ട്. ദുരന്തത്തിന്റെ മറവിൽ പോലും രാഷ്ട്രീയ യജമാനന്മാരെ സുഖിപ്പിക്കാൻ നോക്കിയ ഒരു IPS ഉദ്യോഗസ്ഥന്റെ അധപതനം നോക്കണം. കേസ് റിപ്പോർട്ട് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ MR അജിത് കുമാർ തന്നോട് മോശമായ രീതിയിലാണ് പെരുമാറിയതെന്ന് ഒരു SI തന്നെ ഔദ്യോഗികമായി മൊഴി നൽകിയിട്ടുണ്ട്. ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മാനസിക പീഡനവും അധിക്ഷേപവും തുടർന്ന് തനിക്ക് വലിയ രീതിയിലുള്ള ദേഹാസ്വസ്ഥ്യം ഉണ്ടായെന്നും ആ SI തുറന്നു പറഞ്ഞു. ഇക്കാര്യം വെറുതെ പറഞ്ഞതല്ല, തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ തെളിയിക്കാനുള്ള കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ടും ആ SI അന്വേഷണ സംഘത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഭരണസ്വാധീനം ഉപയോഗിച്ച് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും വ്യാജ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ മുകളിലിരിക്കുന്നവർ ശ്രമിച്ചാൽ അതിനിയും സമ്മതിച്ചു തരില്ല എന്ന കർശന നയമാണ് പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ ഗുണ്ടായുസത്തിന് കുടപിടിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ നോക്കിയ ADGP ഇപ്പോൾ സ്വന്തം കസേര തെറിക്കുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ നിയമം കയ്യിലെടുക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉന്നത പോലീസ് മേധാവികൾക്കും ഇനി രക്ഷയില്ലെന്ന് ഈ ഒരു നടപടിയിലൂടെ വ്യക്തമാവുകയാണ്. ഭരണം മാറുമ്പോൾ മറുകണ്ഠം ചാടി രക്ഷപ്പെടാൻ നോക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥകൾ പുതിയ ഭരണത്തിന് മുന്നിൽ തകർന്നു വീണിരിക്കുകയാണ്. അക്രമികളെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരെയും ഒരുപോലെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നടപടി ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ്.